ആർക്കിടെക്ചർ ആണോ നിങ്ങളുടെ പാഷൻ? ഇന്ത്യയിലെ തന്നെ ടോപ്പ് കോളേജുകളിൽ ഒന്നിൽ പഠിച്ച് ആർക്കിടെക്റ്റ് ആവണം എന്നാണോ നിങ്ങളുടെ ആഗ്രഹം? എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. ഹായ്, ഞാൻ ഫെബിൻ, തിങ്ക് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ആർക്കിടെക്ചർ ലീഡ് ഫാക്കൽറ്റിയാണ്. ഇങ്ങോട്ടോ നോക്കിക്കേ, വലിയ പുള്ളികളാണ് COA, കൗൺസിൽ ഓഫ് ആർക്കിടെക്ചർ. ഇന്ത്യയിൽ ആർക്കിടെക്ചറുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും അതോറിറ്റി കൗൺസിൽ ഓഫ് ആർക്കിടെക്ചർ ആണ്. കൗൺസിൽ ഓഫ് ആർക്കിടെക്ചറിൻ്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ പ്രകാരം നിങ്ങളൊരു ആർക്കിടെക്ചർ കോളേജിൽ പഠിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എയ്തർ നാറ്റ അല്ലെങ്കിൽ JEE എക്സാം എഴുതിയിരിക്കണം. NITS SPS പോലെയുള്ള നാഷണൽ ലെവൽ കോളേജുകളിലേക്ക് അഡ്മിഷന് വേണ്ടിയിട്ട് നടത്തുന്ന എക്സാമാണ് JEE പേപ്പർ 2. 2 സെഷൻസ് ആയിട്ടാണ് JEE കണ്ടക്ട് ചെയ്യുന്നത്, സെഷൻ 1 ആൻഡ് സെഷൻ 2. ഈ വർഷത്തെ, അതായത് 2025 സെഷൻ 1 ജനുവരിയിലായിരുന്നു കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് അതിൻ്റെ റിസൾട്ട് ഔട്ട് ആയിട്ടുണ്ട്. ആൻഡ് തിങ്ക് സ്റ്റുഡൻസ് അടിപൊളി റിസൾട്ടാണ് ബാഗ് ചെയ്തിരിക്കുന്നത്, ഇൻക്ലൂഡിങ് കേരള ടോപ്പർ ടൈറ്റിൽ. സോ JEEയുടെ സെക്കൻഡ് സെഷൻ വരുന്നത് ഏപ്രിലായിരിക്കും. നിങ്ങൾ ഇനി സ്റ്റേറ്റ് ഗവൺമെൻറ് കോളേജുകളിലോ അല്ലെങ്കിൽ പ്രൈവറ്റ് കോളേജുകളിലോ ആണ് അഡ്മിഷൻ നോക്കുന്നതെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നാറ്റ എക്സാം എഴുതിയിരിക്കണം. കേരളത്തിലെ ഗവൺമെൻറ് സീറ്റുകളിലേക്കും അതുപോലെ തന്നെ പ്രൈവറ്റ് കോളേജസിലെ മെറിറ്റ് സീറ്റുകളിലേക്കും കീം ത്രൂ ആണ് അഡ്മിഷൻസ് വരുന്നത്. കീമിന് സെപ്പറേറ്റ് ആർക്കിടെക്ചർ എൻട്രൻസ് എക്സാം വരുന്നില്ല. നാറ്റ സ്കോറാണ് കീം കൺസിഡർ ചെയ്യുന്നത്. നാറ്റ സ്കോറിൻ്റെ കൂടെ നിങ്ങളുടെ +2% കൂടെ കൺസിഡർ ചെയ്തിട്ടാണ് കീം റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നത്. സോ ഒരു ആർക്കിടെക്ചർ ആസ്പിറൻറ്റിനെ സംബന്ധിച്ചിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സാമാണ് നാറ്റ എന്ന് പറയുന്നത്. നാറ്റ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പഠിച്ചിട്ട് നമ്മൾ കറണ്ട് എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ്. കാരണം ഓരോ വർഷങ്ങളിലും കാര്യമായ മാറ്റങ്ങൾ കൊണ്ടുവരുന്ന എക്സാമാണ് നാറ്റ എന്ന് പറയുന്നത്. റെഗുലറായിട്ട് കരിക്കുലം റീസ്ട്രക്ചർ ചെയ്യും, അതുപോലെ തന്നെ പാറ്റേണിൽ വലിയ ചേഞ്ചസ് കൊണ്ടുവരുന്ന എക്സാമാണ് നാറ്റ. അവർ ഡ്രോയിങ് എടുത്ത് കളയുന്നു, വീണ്ടും കൊണ്ടുവരുന്നു, മാത്തമാറ്റിക്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു, പിന്നെ അത് എടുത്ത് കളയുന്നു. അങ്ങനെ വലിയ മാറ്റങ്ങളിലൂടെ കടന്നു പോകുന്ന എക്സാമാണ് നാറ്റ എന്ന് പറയുന്നത്. സോ നമുക്ക് ഈ വർഷത്തെ നാറ്റ എങ്ങനെയായിരിക്കും എന്ന് നോക്കാം. അതിനു മുമ്പായിട്ട് കഴിഞ്ഞ വർഷങ്ങളിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് നാറ്റയിൽ വന്നിട്ടുള്ളതെന്നും കൂടെ നമുക്ക് നോക്കാം. 2016 മുതലാണ് നാറ്റയിൽ കാര്യമായിട്ടുള്ള മാറ്റങ്ങൾ വന്നു തുടങ്ങിയത്. 2016 കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആയിരുന്നു നാറ്റയിൽ ഉണ്ടായിരുന്നത്. 2017 വരുന്ന സമയത്ത് പെൻ ആൻഡ് പേപ്പർ ബേസ്ഡ് ആയിരുന്നു ടെസ്റ്റ് ഉണ്ടായിരുന്നത്. അതായത് ക്വസ്റ്റ്യൻ പേപ്പർ ലഭിക്കുന്നത് ബുക്ക്ലെറ്റ് ആയിട്ടായിരിക്കും ആൻഡ് ആൻസേഴ്സ് മാർക്ക് ചെയ്യുന്നത് OMR ഷീറ്റിലായിരിക്കും. അതുപോലെ തന്നെ 2017 വന്ന വലിയൊരു മാറ്റം എന്ന് പറയുന്നത് നാറ്റയിൽ മാത്തമാറ്റിക്സ് വന്നു എന്നുള്ളതാണ്. ഇപ്പോഴും ഒരുപാട് കുട്ടികൾ ചോദിക്കുന്ന ഡൗട്ടാണ് നാറ്റയിൽ മാത്തമാറ്റിക്സ് ഉണ്ടോ എന്നുള്ളത്. കാരണം JEE പേപ്പർ 2 മാത്സ് വരുന്നുണ്ട്. സോ അതിനുള്ള ഉത്തരം എന്ന് പറയുന്നത് നാറ്റയിൽ മാത്തമാറ്റിക്സ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. കാരണം 17 to 19 ടൈം പീരീഡിലാണ് നാറ്റയിൽ മാത്സ് ഉണ്ടായിരുന്നത്. അതിനുശേഷം അത് എടുത്തു കളഞ്ഞു. ആൻഡ് ആ സമയത്താണ് വില്ലനായിട്ട് കൊറോണ കടന്നു വരുന്നത്. എല്ലാവരുടെയും ലൈഫ് സ്റ്റൈലിനെ കൊറോണ ബാധിച്ചത് 2020 മുതലായിരുന്നു. എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാംസിലും കാര്യമായിട്ടുള്ള മാറ്റങ്ങൾ വന്നു തുടങ്ങി. അതുപോലെ തന്നെ നാറ്റയിലും ഒരു വലിയ മാറ്റം ഉണ്ടായി. പ്രധാനമായിട്ടും ഉണ്ടായ മാറ്റം എന്ന് പറയുന്നത് നാറ്റ ഡ്രോയിങ് എടുത്തു കളഞ്ഞു, അതുപോലെ തന്നെ മാത്തമാറ്റിക്സും എടുത്തു കളഞ്ഞു. അതായത് കംപ്ലീറ്റ്ലി 200 മാർക്സിനും ആപ്റ്റിറ്റ്യൂഡ് മാത്രമായിട്ടാണ് നാറ്റ 2023 വരെ എക്സാം കണ്ടക്ട് ചെയ്തത്. അതുകൊണ്ടാണ് പല കുട്ടികളും ചോദിക്കുന്നത് നാറ്റയിൽ ഡ്രോയിങ് ഇല്ലേ എന്നുള്ളത്. കാരണം 23 വരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കുന്ന സമയത്ത് കംപ്ലീറ്റ്ലി ആപ്റ്റിറ്റ്യൂഡ് മാത്രമായിരിക്കും ഉണ്ടായിരുന്നത്. അതിനുശേഷം 2024 അതായത് കഴിഞ്ഞ വർഷമാണ് നാറ്റ ഒരു അനൗൺസ്മെന്റുമായി എത്തുന്നത്. നാറ്റയുടെ ബ്രോഷർ ഔട്ട് ചെയ്ത സമയത്താണ് നമ്മൾ അറിയുന്നത് ഡ്രോയിങ് തിരിച്ചു വരുന്നു. സോ എല്ലാവരും ക്യൂരിയസ് ആയിരുന്നു, എങ്ങനെയായിരിക്കും നാറ്റ എക്സാം കണ്ടക്ട് ചെയ്യുന്നുണ്ടാവുക. കാരണം 4 ഇയേഴ്സ് ആയിട്ട് ഡ്രോയിങ് ഉണ്ടായിരുന്നില്ല. സോ നേരത്തെ പാറ്റേൺ പോലെ തന്നെ ആയിരിക്കുമോ ഡ്രോയിങ് വരുന്നത്? ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നിരുന്നു. സോ നാറ്റ ഒരു ട്വിസ്റ്റുമായിട്ടാണ് ആ വർഷം ഡ്രോയിങ് തിരിച്ചു കൊണ്ടുവന്നത്. നാറ്റയിൽ 3 പാർട്സ് ആയിട്ട് A1, A2, A3 ആയിട്ട് 3 ടോപ്പിക്കായിരുന്നു ഉണ്ടായിരുന്നത്. അതുവരെ ഒരു നാറ്റ എക്സാമിലും ഇല്ലാത്ത A3 3D കോമ്പോസിഷൻ മോഡലിംഗ് ടോപ്പിക്കാണ് നാറ്റ ആ വർഷം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ 80 മാർക്സിനായിരുന്നു നാറ്റ ഡ്രോയിങ് ചോദിച്ചത് 2024 ആൻഡ് ആപ്റ്റിറ്റ്യൂഡ് പാർട്ട് 120 മാർക്സിനായിരുന്നു. സോ ഈ വർഷം എങ്ങനെയായിരിക്കും നാറ്റ എക്സാം കണ്ടക്ട് ചെയ്യുന്നതെന്ന് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. നാറ്റ 2025. സോ ആർക്കൊക്കെയാണ് ഈ വർഷം നാറ്റ എഴുതാൻ സാധിക്കുന്നത്? ഒരുപാട് ഡൗട്ട്സ് വരുന്നുണ്ട്. കൊമേഴ്സ് എടുത്തവർക്ക് നാറ്റ എഴുതാൻ സാധിക്കുമോ? ഹ്യൂമാനിറ്റീസ് ആണെങ്കിൽ നാറ്റ എഴുതാൻ സാധിക്കുമോ? സോ നമുക്ക് നോക്കാം. സോ എലിജിബിലിറ്റി നോക്കുന്ന സമയത്ത് നിങ്ങൾ 10+2 ഇയേഴ്സ് സിസ്റ്റമാണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ, അതായത് നിങ്ങൾ പഠിക്കുന്നത് +1 or +2 ആണെന്നുണ്ടെങ്കിൽ ഫിസിക്സ് ആൻഡ് മാത്തമാറ്റിക്സ് കമ്പൽസറി സബ്ജക്ട്സ് ആണ്. അതുകൊണ്ട് തന്നെ ഹ്യൂമാനിറ്റീസ് ആൻഡ് കൊമേഴ്സ് എടുത്തവർക്ക് നാറ്റ എഴുതാൻ സാധിക്കുകയില്ല. അതുപോലെ തന്നെ ഫിസിക്സ് ആൻഡ് മാത്തമാറ്റിക്സിൻ്റെ കൂടെ അഡീഷണലി ഒരു സബ്ജക്റ്റ് ഓപ്ഷണൽ ആയിട്ട് കൂടെ നാറ്റ പറയുന്നുണ്ട്. കെമിസ്ട്രി ഓർ ബയോളജി ഓർ എനി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സബ്ജക്ട്സ്, കമ്പ്യൂട്ടർ സയൻസ്, ഇതൊക്കെയാണ് ഓപ്ഷണൽ ആയിട്ട് വരുന്നത്. നിങ്ങൾ ആഫ്റ്റർ 10th ഡിപ്ലോമയാണ് പഠിക്കുന്നതെങ്കിൽ, അതായത് 10+3 ഇയേഴ്സ് സിസ്റ്റമാണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ മാത്തമാറ്റിക്സ് കമ്പൽസറി സബ്ജക്റ്റ് ആയിട്ട് വരുന്നുണ്ട്.
അടുത്ത ചോദ്യം, എപ്പോഴാണ് നാറ്റ എക്സാംസ് എഴുതാൻ സാധിക്കുന്നത്? ഈ വർഷം മാർച്ച് മുതൽ ജൂൺ വരെയാണ് എക്സാംസ് വരുന്നത്. ഫ്രൈഡേസ് ആൻഡ് സാറ്റർഡേസ് ആണ് എക്സാംസ് വരുന്നത്. ഫ്രൈഡേസിൽ 1:30 to 4:30 ഈവനിങ് ഷിഫ്റ്റ് മാത്രമാണ് വരുന്നത്. ആൻഡ് സാറ്റർഡേ മോർണിംഗ് ആൻഡ് ഈവനിങ് ഷിഫ്റ്റ് വരുന്നുണ്ട്. സോ ഈ ഒരു ടൈം പീരീഡിൽ നിങ്ങൾക്ക് 3 പ്രാവശ്യം നാറ്റ എക്സാംസ് എഴുതാൻ സാധിക്കുന്നതാണ്. 3 അറ്റംപ്റ്റ്സ് കമ്പൽസറി അല്ല, നിങ്ങൾക്ക് 1 പ്രാവശ്യം എഴുതാം, 2 പ്രാവശ്യം എഴുതാം, 3 പ്രാവശ്യം വേണമെങ്കിലും എക്സാം എഴുതാവുന്നതാണ്. നിങ്ങൾക്ക് ലഭിക്കുന്ന നാറ്റ സ്കോറുകളിൽ ബെസ്റ്റ് സ്കോർ ആയിരിക്കും നാറ്റ ഫൈനൽ വാലിഡ് സ്കോർ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ആൻഡ് അടുത്ത സംശയം വരുന്നത് നാറ്റ സ്കോർ കാർഡ് വാലിഡിറ്റി സംബന്ധിച്ചിട്ടാണ്. ഈ വർഷത്തെ നിങ്ങളുടെ നാറ്റ സ്കോറിന് 2 അക്കാഡമിക് ഇയേഴ്സ് വാലിഡിറ്റി ഉണ്ടായിരിക്കുന്നതാണ്. അതായത് ഈ വർഷം നിങ്ങൾ നാറ്റ എഴുതിയാൽ ആ സ്കോർ നിങ്ങൾക്ക് ഈ വർഷത്തെ അഡ്മിഷൻ പ്രൊസീജിയേഴ്സിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ അടുത്ത വർഷത്തെ അഡ്മിഷന് വേണ്ടിയിട്ടും യൂസ് ചെയ്യാവുന്നതാണ്. ഇനി സ്വാഭാവികമായിട്ടും അടുത്ത സംശയം കഴിഞ്ഞ വർഷത്തെ നാറ്റ സ്കോർ കാർഡ് വാലിഡിറ്റി സംബന്ധിച്ചിട്ടാണ്. കാരണം കഴിഞ്ഞ വർഷത്തെ നാറ്റ സ്കോർ കാർഡിന് 2 ഇയേഴ്സ് വാലിഡിറ്റി ഉണ്ടായിരുന്നു. സോ നിങ്ങൾ കഴിഞ്ഞ വർഷം നാറ്റ എഴുതിയിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ ഈ വർഷം നിങ്ങൾ 1 അറ്റംപ്റ്റ് ആണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ ബെസ്റ്റ് ഓഫ് 2 ആയിരിക്കും കൺസിഡർ ചെയ്യുന്നത്. ഇപ്രാവശ്യം 2 അറ്റംപ്റ്റ് ആണ് ചെയ്യുന്നതെങ്കിൽ ബെസ്റ്റ് ഓഫ് 3 ആയിരിക്കും കൺസിഡർ ചെയ്യുന്നത്. നിങ്ങൾ ഇപ്രാവശ്യം 3 നാറ്റ എക്സാം എഴുതുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കഴിഞ്ഞ വർഷത്തെ നാറ്റ സ്കോർ കാർഡ് ഇൻവാലിഡ് ആവുന്നതായിരിക്കും. എല്ലാ വർഷവും പാറ്റേണിൽ ചേഞ്ചസ് കൊണ്ടുവരുന്ന നാറ്റ ഈ വർഷം എങ്ങനെയാണ് എക്സാം കണ്ടക്ട് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. സോ നമുക്ക് ഈ വർഷത്തെ നാറ്റ സിലബസിലേക്ക് പോവാം. സോ 2 പാർട്ടായിട്ടാണ് നാറ്റ എക്സാം വരുന്നത്, പാർട്ട് എ ആൻഡ് പാർട്ട് ബി. പാർട്ട് എ എന്ന് പറയുന്നത് ഡ്രോയിങ് ആൻഡ് കമ്പോസിഷൻ ആണ്. ആൻഡ് പാർട്ട് ബി ആപ്റ്റിറ്റ്യൂഡ്. ഇവിടെ ഡ്രോയിങ് ആൻഡ് കമ്പോസിഷൻ 3 ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ A1 കോമ്പോസിഷൻ ആൻഡ് കളർ 25 മാർക്സിനാണ് വരുന്നത്. ആൻഡ് സെക്കൻഡ് ക്വസ്റ്റ്യൻ സ്കെച്ചിങ് ആൻഡ് കമ്പോസിഷൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിരിക്കും, 25 മാർക്സിനാണ് വരുന്നത്. ആൻഡ് തേർഡ് വൺ ഇതായിരുന്നു ലാസ്റ്റ് ഇയർ നാറ്റ ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്ന 3D കോമ്പോസിഷൻ ക്വസ്റ്റ്യൻ. ആൻഡ് അവിടെ ഈ ക്വസ്റ്റ്യന് 30 മാർക്സ് ആണ് വരുന്നത്. അങ്ങനെ 80 മാർക്സ് ആണ് ടോട്ടൽ ഡ്രോയിങ് പാർട്ടിന് വരുന്നത്. ആൻഡ് പാർട്ട് ബി MCQs ആൻഡ് NCQs ഉണ്ടായിരിക്കുന്നതാണ്. MCQs എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ്, അതായത് നിങ്ങൾക്ക് 4 ഓപ്ഷൻസ് തരുന്നതായിരിക്കും, അതിൽ ഒരു ആൻസർ ആയിരിക്കും കറക്റ്റ് ആയിട്ട് ഉണ്ടാവുക. NCQ എന്ന് പറയുമ്പോൾ നോ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ്, അതായത് ഓപ്ഷൻസ് പ്രൊവൈഡ് ചെയ്യില്ല, ആൻസർ നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. പാർട്ട് എയിൽ നമ്മൾ പറഞ്ഞ പോലെ 3 ടോപ്പിക്സ് ആണ് വരുന്നത്. സോ സ്വാഭാവികമായിട്ടും സംശയങ്ങൾ ഉണ്ടാവാം, എന്താണ് കോമ്പോസിഷൻ ആൻഡ് കളേഴ്സ്, ഏത് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് തേർഡ് ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത്. സോ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പാർട്ട് എ സിലബസ് നോക്കാം. ഞാനിവിടെ സാമ്പിൾ ക്വസ്റ്റ്യൻസ് ആയിട്ട് 3 ക്വസ്റ്റ്യൻസും അതിൻ്റെ ഒരു സാമ്പിൾ സൊല്യൂഷനും കൊടുത്തിട്ടുണ്ട്. സോ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ കോമ്പോസിഷൻ ആൻഡ് കളർ ആണ്. സോ ബേസിക്കലി 2D കോമ്പോസിഷൻ ബേസ് ചെയ്തിട്ടാണ് ഇതിൽ ക്വസ്റ്റ്യൻസ് വരുന്നത്. ആൻഡ് യു ഹാവ് ടു കളർ ഇറ്റ്. സോ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. ഡിസൈൻ എ കവർ പേജ് ഫോർ എൻ ആർട്ട് ഫെസ്റ്റിവൽ ബ്രോഷർ കോൾഡ് ഫ്യൂഷൻ ആർട്ട് 2024. Include various artistic elements to create an eye-catching and diverse visual. Use any colors of your choice. അപ്പോൾ ഇവിടെ ഒരു ആർട്ട് ഫെസ്റ്റിവൽ ബ്രോഷറിൻ്റെ കവർ പേജ് ആണ് ഡിസൈൻ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. സോ ഈ ക്വസ്റ്റ്യൻ നിങ്ങളുടെ പ്രിൻസിപ്പിൾസ് ഓഫ് കോമ്പോസിഷൻ നോളജ് അതുപോലെ തന്നെ കളർ തിയറി ഒക്കെ ഡിമാൻഡ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ആണ്. ആൻഡ് സെക്കൻഡ് ക്വസ്റ്റ്യൻ വരുന്നത് സ്കെച്ചിങ് ആൻഡ് കോമ്പോസിഷൻ ആണ്. നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. ക്രിയേറ്റ് എ 3D കോമ്പോസിഷൻ യൂസിങ് എ സ്റ്റീൽ യൂട്ടൻസിൽ, എ ഗ്ലാസ് ബോട്ടിൽ ആൻഡ് എ ഫ്രൂട്ട്. റെൻഡർ ദി കോമ്പോസിഷൻ വിത്ത് അപ്രോപ്രിയേറ്റ് ഷെയ്ഡ്സ് ആൻഡ് ഷാഡോസ്. ദി ലൈറ്റ് സോഴ്സ് ഈസ് ഫ്രം ദി റൈറ്റ് സൈഡ്. അപ്പോൾ ഇവിടെ കറക്റ്റ് ആയിട്ട് ഒരു ലൈറ്റ് ഡയറക്ഷൻ ഒക്കെ പറയുന്നുണ്ട്. സോ നിങ്ങൾ ഷാഡോ ഒക്കെ അക്കോർഡിംഗ്ലി കാസ്റ്റ് ചെയ്യണം. ദെൻ അതിൻ്റെ കൺസ്ട്രക്ഷൻ വരുന്നുണ്ട്, കോമ്പോസിഷൻ സ്കിൽസ് ഒക്കെ വരുന്നുണ്ട്. ദെൻ തേർഡ് ക്വസ്റ്റ്യൻ, ഈ ക്വസ്റ്റ്യൻ ആണ് ലാസ്റ്റ് ഇയറിൽ നാറ്റ പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഇതിൻ്റെ ഒരു സാമ്പിൾ ക്വസ്റ്റ്യൻ കൂടെ നമുക്ക് നോക്കാം. മേക്ക് എ കോമ്പോസിഷൻ യൂസിങ് ദി ഗിവൻ കിറ്റ് ആൻഡ് ഡെപ്പിക്ട് സിമെട്രി ആൻഡ് ഫോക്കൽ പോയിന്റ്. ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ഷേപ്സ് യൂസ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു കോമ്പോസിഷൻ ക്രിയേറ്റ് ചെയ്യണം. അതിൻ്റെ കൂടെ തന്നെ സിമെട്രി ആൻഡ് ഫോക്കൽ പോയിന്റ് എന്ന് പറയുന്ന പ്രിൻസിപ്പിൾസ് ഡെപ്പിക്ട് ചെയ്യുക കൂടെ വേണം. സോ പാർട്ട് എയിൽ വരുന്ന ഈ 3 ക്വസ്റ്റ്യൻസും നിങ്ങളുടെ സ്ട്രോങ് തിയറിറ്റിക്കൽ നോളജ് ഡിമാൻഡ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങളുടെ ഡ്രോയിങ് സ്കില്ല് മാത്രമല്ല, സ്പേഷ്യൽ എബിലിറ്റി, കോമ്പോസിഷൻ സ്കിൽസ്, അതുപോലെ തന്നെ എസ്തെറ്റിക് സ്കിൽ, പ്രസൻറ്റേഷൻ സ്കിൽസ് എല്ലാം നോക്കുന്നുണ്ട്. സോ പ്രോപ്പർ ഗൈഡൻസിൽ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ടൈം മാനേജ്മെൻറ്റ്. 90 മിനിറ്റ്സ് ആയിരിക്കും നിങ്ങൾക്ക് ഈ പാർട്ടിന് വേണ്ടിയിട്ട് ലഭിക്കുന്നുണ്ടാവുക, അതായത് 1.5 മണിക്കൂർ. ആ സമയത്തിനുള്ളിൽ 3 ക്വസ്റ്റ്യൻസും കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ടാസ്ക്. ഇനി നമുക്ക് പാർട്ട് ബിയിലേക്ക് പോവാം. 50 ക്വസ്റ്റ്യൻസ് ആണ് ടോട്ടൽ പാർട്ട് ബിയിൽ വരുന്നത്. ആൻഡ് 90 മിനിറ്റ്സ് പാർട്ട് എ പോലെ തന്നെ 90 മിനിറ്റ്സ് ആണ് പാർട്ട് ബിക്കും വരുന്നത്. ഇവിടെ ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് ഓരോ ക്വസ്റ്റ്യനും 108 സെക്കൻഡ്സ് ഈച്ച് ആയിരിക്കും നമുക്ക് ലഭിക്കുന്നുണ്ടാവുക. സോ ആ ഒരു ടൈമിനുള്ളിൽ നമ്മൾ ഓരോ ക്വസ്റ്റ്യനും കംപ്ലീറ്റ് ചെയ്തിരിക്കണം. ആൻഡ് ഇവിടെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്ന ടോപ്പിക്സ് ആർക്കിടെക്ചർ അവയർനെസ്, അതുപോലെ തന്നെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, നോൺ വെർബൽ റീസണിംഗ് ഒക്കെയാണ്. അതിൻ്റെ കൂടെ ലാംഗ്വേജ്, GK പോലെയുള്ള സബ്ജക്ട്സും വരാം. മറ്റ് കോമ്പറ്റേറ്റീവ് എക്സാംസ് പോലെ നാറ്റയ്ക്ക് നെഗറ്റീവ് മാർക്സ് വരുന്നില്ല, ഓൺലി പോസിറ്റീവ്
വൈബ്സ്. സോ ഇതാണ് 2025 നാറ്റ കരിക്കുലം. ഓരോ വർഷവും ഇത്രയധികം മാറ്റങ്ങളുമായിട്ട് വരുന്ന ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നത് പ്രോപ്പർ ഗൈഡൻസിൽ തന്നെ ആയിരിക്കണം. തിങ്കിലെ എല്ലാ ബാച്ചുകളും ഡിസൈൻ ചെയ്തിട്ടുള്ളത് അപ്ഡേറ്റഡ് ആയിട്ടാണ്. അതുപോലെ തന്നെ നമ്മുടെ ക്രാഷ് ബാച്ചസ് എക്സ്ക്ലൂസീവ്ലി നാറ്റ 2025 കരിക്കുലം ഫോക്കസ് ചെയ്തിട്ടാണ് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. ഇഫ് യു ഹാവ് എനി ക്വയറീസ് റിലേറ്റഡ് ടു അവർ ക്രാഷ് ബാച്ചസ്, കോൺടാക്ട് ഇൻ ദിസ് നമ്പർ 8086111044. സോ ഈ വർഷം എക്സാം എഴുതുന്ന എല്ലാ ഫ്യൂച്ചർ ആർക്കിടെക്ട്സിനും എൻ്റെ ഓൾ ദി ബെസ്റ്റ്.